കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 9 നക്ഷത്രക്കാർക്ക് 25 വയസ്സിനകം വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ വിവാഹം നടക്കാൻ താമസിക്കും. ചിലർക്കാണെങ്കിൽ 30 വയസ്സ് 32 വയസ്സൊക്കെ ആവും. ചിലർക്കാണെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞുവെന്ന് വരും. ചിലർക്കാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞുവെന്ന് വരും. ഇപ്പം എന്തായാലും പൊതുവേ നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഓരോരുത്തരുടെയും ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ആ 9 നക്ഷത്രങ്ങളിലേക്ക് കിടക്കാം. അശ്വതി, കാർത്തിക, തിരുവാതിര, പുണർതം, പൂരം, ചോതി, വിശാഖം, ഉത്രാടം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവേ പറയുന്ന കാര്യങ്ങളാണ്. ഇനി കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ, ക്ലാരിഫിക്കേഷൻ ജാതകം പരിശോധിക്കണം. ശുക്രനാണ് വിവാഹകാരനായിട്ട് പറയുന്നത്. 7-8 ഭാവം, രത്നാല, ചന്ദ്രാല, ശുക്രാലും ഒക്കെ 7-8 ഭാവം, പിന്നെ ഭാവം കൊണ്ടും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ച് ഇതിലേതെങ്കിലും ഗ്രഹങ്ങൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ, നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രായത്തിനകമായിട്ട് തന്നെ വിവാഹം നടക്കും. ചിലർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഒന്നും ആയി കാണത്തില്ല, വിദ്യാഭ്യാസം നടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. തുടർ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. 25-ാമത്തെ വയസ്സിൽ വിവാഹം നടന്നില്ല എന്ന് വരും. ചിലപ്പോൾ അന്നേരം അടുത്ത കാലഘട്ടം, അടുത്ത വിവാഹ സമയം എപ്പോഴാണ്, വിവാഹം അന്നേരം നടക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ജാതകം പരിശോധിക്കുമല്ലോ. പരിശോധിക്കുമ്പോൾ പരിശോധിച്ച് പറയുന്ന ഒരുപാട് നീണ്ടൊക്കെയാണെങ്കിൽ, ഇപ്പോൾ ചില 25 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ 40-45 വയസ്സിലൊക്കെ യോഗം ഉള്ളെന്നൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ചെറിയ പരിഹാരങ്ങൾ, ചെറിയ പ്രതിവിധികൾ ചെയ്താൽ മതിയാവും. അത് എന്തായാലും അത് കണ്ടെത്തി ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥ മാറുകയും നമുക്ക് ഈ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് വിവാഹം നടക്കാൻ യോഗം ഉണ്ടോ എന്നുകൂടെ ദശാപഹാരമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കിട്ടാൻ സാധിക്കും. നമുക്ക് യോജിക്കുന്ന, നമ്മുടെ കുടുംബത്തിനെ മനസ്സിലാക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന, നമ്മളോട് സ്നേഹമുള്ള, സുന്ദരിയായിട്ടുള്ള, നല്ല ഉത്തമയായൊരു യുവതിയെ അല്ലെ യുവാവിനെ കിട്ടാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.